ഹലോ! എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നെന്താ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഒരു ചിക്കൻ പെരട്ടിൻ്റെ റെസിപ്പിയാട്ടോ. അടിപൊളിയാണോ അല്ലയോന്നൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഒരു 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ കേട്ടോ. ഞാനിവിടെ 1/2 ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളേ. ഇനി ഇതിൻ്റെ കൂടെ ഒരു അരമുറി നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നാരങ്ങാ നീരില്ലെങ്കിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇനി കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ എന്തൊരു ചേരാണെന്ന് നോക്കിയേ, എന്ത് കളർഫുള്ളായിട്ടാണ് ഇരിക്കുന്നതെന്ന് നോക്കിയേ. എൻ്റെ കഴിവല്ല കേട്ടോ, കാശ്മീരി മുളക് പൊടിയുടെ കഴിവാണ്. ഇനി ഇതവിടെ ഇരുന്നോട്ടെ, കുറച്ച് നേരം അതവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തോട്ടെ. അപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയും 8-10 വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 10-12 ചെറിയ ഉള്ളി ചതച്ചതാണ്, അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ പച്ചമണം, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ചെറിയ ഉള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ പച്ചമണം എല്ലാം ഏകദേശം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതും കൂടി നന്നായിട്ടൊന്ന്, ഒരുപാട് നന്നായിട്ടല്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ സവാളയാണ്, അതും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളമാണോ നമ്മൾ ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ സാധനങ്ങളുടെ അളവ് കൂട്ടാനും കുറയ്ക്കാനും കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞല്ലോ 1/2 കിലോ ചിക്കൻ ഉള്ളതാണ് ഞാനിവിടെ പറയുന്നത്. ഇനി നമുക്ക് ഈ സവാള നന്നായിട്ട് വഴന്ന് വരുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇതിനിടയിൽ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ചിക്കനിൽ നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിന് അനുസരിച്ച് വേണം ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ നമുക്ക് ഒരു വെടിക്ക് 2 പക്ഷിയാണല്ലോ, സവാള പെട്ടെന്ന് വഴന്നും വരും. ഇപ്പോൾ സവാള എല്ലാം നന്നായിട്ട് വഴന്ന് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണവും എല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കളർഫുള്ളായ ചിക്കൻ ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവൾ എന്താ ഈ കുത്തി കുത്തി കാണിക്കുന്നതെന്ന്. എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഈ തവി ഒന്ന് മാറ്റിയാൽ റെഡിയാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതൊന്ന് മാറ്റാൻ പോവുക, ഞാൻ മാറ്റി, വേറെ വഴിയില്ല. കണ്ടില്ലേ, ഇപ്പം കണ്ടോ, ഇപ്പം എത്ര ഭംഗിയായിട്ടാണ് അത് നമുക്ക് ഇളക്കിയിടാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ അത് വെച്ച് കുത്തിക്കൊണ്ടിരുന്നാൽ അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒരു 15-20 മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണേ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. കാരണം ഇതിൽ വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഈ ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും കേട്ടോ. കണ്ടില്ലേ, വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം അല്ല, വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു 15-20 മിനിറ്റോളം ആയിട്ടുണ്ട് ഇതുപോലെ വേവിച്ച്. ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇനി ലാസ്റ്റ് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ഗരം മസാലയും കൂടെ, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് അതിൻ്റെ കൂടെ ഒരു പച്ച കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് അതും ഒന്ന് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ചിക്കൻ വരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. കൂടെ നിങ്ങളുടെ അഭിപ്രായം പറയാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കേ.